ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഇൻഡയസിലത്തെ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ഇൻഡയസാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതായത് ഇൻഡയസ് ബോറോവിങ് കോസ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡയസ് 23 ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അതിനെങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് എന്ന്. ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ബോറോയിങ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്. എപ്പോഴാണ് നമ്മൾ ഈ ബോറോയിങ് കോസ്റ്റ്, നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങാനായിട്ട് പർച്ചേസ് ചെയ്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആ അസറ്റിൻ്റെ കോസ്റ്റിനോട് കൂടി കൂട്ടുക. അതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ. അതായത് ഇപ്പോൾ 5 ലക്ഷം രൂപ വിലയുള്ളൊരു അസറ്റ് വാങ്ങാനായിട്ട് ഞാൻ ലോൺ എടുത്തു. ആ ലോണിന് കൊടുത്ത ഇൻട്രസ്റ്റ് ആ 5 lakhs കൂടി എപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അതിന് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നാമത്തെന്ന് പറയുന്നത്, നമ്മൾ ഈ കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുത്ത് ലോണിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് വാങ്ങിയ ആ അസറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു എക്കണോമിക് ബെനിഫിറ്റ് നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരും വേണം. അതുപോലെ എന്തും വേണം, ആ കമ്പനി അതിൻ്റെ കൃത്യം എമൗണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ആ അസറ്റ് വാങ്ങാനായിട്ട് വന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആ അസറ്റിൻ്റെ കോസ്റ്റിനോട് കൂടി ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ടാണ് നിർത്തിയത്. ഇനി നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഈസ് ബോറോയിങ് കോസ്റ്റ് ടു ബി ചാർജ്ഡ് ആസ് എക്സ്പെൻസസ്. നമ്മൾ നേരത്തെ പഠിച്ചത് ബോറോയിങ് കോസ്റ്റ് എന്തായിരുന്നു, ക്യാപിറ്റലൈസ് ചെയ്യാറ്. അതായത് അസറ്റ്സിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 കണ്ടീഷൻസാണ് പഠിച്ചത്. ഇനി നമ്മളങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാണ്ട് എപ്പോഴാണ് നമ്മളതിനെ എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്യുക, അതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. Other borrowing costs are recognized as expense and written off in the statement of profit and loss in the period in which they are incurred. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളത് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ അതിൻ്റെ കോസ്റ്റ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ ആ കോസ്റ്റ് ആ അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചെങ്കിൽ ഈ 3 കണ്ടീഷൻസ്, ഈ 2 കണ്ടീഷൻസും പ്ലസ് ഒരു ക്വാളിഫയിങ് അസറ്റ് ആവണമെങ്കിൽ എന്ത് വേണം, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും വേണം. അത് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാത്ത ബാക്കി എല്ലാ എക്സ്പെൻസസും നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻസസ് ആക്കി ട്രീറ്റ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. അതർ ബോറോയിങ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസ് ആൻഡ് റിട്ടേൺ ഓഫ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ ആർ ഇൻകേർഡ്. ഏത് കൊല്ലമാണോ നമുക്ക് ആ എക്സ്പെൻസ് ഉണ്ടാക്കിയത് ആ കൊല്ലത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ അതൊരു എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്യും. ഏതൊക്കെ, നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാത്ത ഇൻട്രസ്റ്റിൻ്റെ ഭാഗം മുഴുവൻ അങ്ങനെ നമ്മൾ എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കാം. എ ലിമിറ്റഡ് ഇൻകേർഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓഫ് ₹9 lakh ഫോർ ദി ഫോളോയിങ് പർപ്പസസ്: കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് 20 lakhs, purchase of machinery 15 lakhs, working capital 10 lakh, advance for purchase of truck 5 lakhs but not yet received. Show the journal entry of show the treatment of interest under IndAS 23. അതായത് ഒരു കമ്പനിക്ക് ഇൻട്രസ്റ്റ് കോസ്റ്റായിട്ട് 9 lakh rupees വന്നിട്ടുണ്ട്. അതായത് അവർ താഴത്തെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷെഡ് കൺസ്ട്രക്ഷന്, അതുപോലെ മെഷീനറി പർച്ചേസിന്, വർക്കിംഗ് ക്യാപിറ്റലായിട്ടും അതുപോലെ ട്രക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കൊടുത്ത അഡ്വാൻസ്. അങ്ങനെ മൊത്തം എത്ര ലക്ഷം ഉണ്ട്, 20, 15, 10, 5, 50 ലക്ഷം രൂപ വരെ ഫണ്ടിന് വേണ്ടിയിട്ട് അവർക്ക് 9 lakh rupees ഇൻട്രസ്റ്റ് കോസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഒരു ഇതിൽ ഏതൊക്കെയാണ് ഒരു ക്വാളിഫയിങ് അസറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആയിട്ട് നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് 20 lakhs rupees വന്നിരിക്കുന്നത് ഷെഡ് കൺസ്ട്രക്ഷൻ ആണ്. അതൊരു ക്വാളിഫയിങ് അസറ്റ് ആണോ അല്ലെന്ന് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം, ഈ ഷെഡ് കൺസ്ട്രക്ട് ചെയ്തിട്ട് കമ്പനിയിലേക്ക് എക്കണോമിക് ബെനിഫിറ്റ് വരുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കണം. എന്തായാലും വരില്ല. ഷെഡ് കൺസ്ട്രക്ട് ചെയ്താൽ അവർ എന്തെങ്കിലും പ്രൊഡക്ഷൻ പർപ്പസിന് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവുക, അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 20 lakhs എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു ക്വാളിഫയിങ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. രണ്ടാമത്തെ എന്താണ്, പർച്ചേസ് ഓഫ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് എന്താണ്, ക്വാളിഫയിങ് അസറ്റാണോ ടെസ്റ്റ് ചെയ്യാം. മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായാലും അതിനൊരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ
ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ അത് റെഡി ടു യൂസ് ആണ്, അതിൻ്റെ മുകളിൽ എക്സ്ട്രാ ഒരു വർക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്വാളിഫയിങ് അസറ്റ് ആവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് റെഡിലി യൂസബിൾ ഓർ സെയിലബിൾ എന്ന് നേരത്തെ കണ്ടീഷൻസിൽ സ്കോപ്പിൽ പഠിച്ചിട്ട് അതിനൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പർച്ചേസ് ഓഫ് മെഷീനറി നോക്കുകയാണെങ്കിൽ നമ്മൾ ആ അസറ്റ് മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ വേറെ വർക്കിംഗ് ഒന്നും ചെയ്യില്ല. നമ്മൾ എന്താ നേരിട്ട് ചെയ്യത്, യൂസേജിന് യൂസ് ചെയ്യാനോട് ഉപയോഗിക്കും. നമ്മൾ നേരിട്ടിട്ട് അത് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അതെന്തല്ല ഒരു ക്വാളിഫയിങ് അസറ്റ് അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ ആ ക്വാളിഫയിങ് അസറ്റ്സിൻ്റെ ഒരു സ്ലൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ പോയിന്റ് നോക്കിയൊക്കെ അസറ്റ്സ് ദാറ്റ് ആർ റെഡി ഫോർ യൂസ് ഓർ സെയിൽ. അതിന് യൂസിനോ സെയിലിനോ എല്ലാം റെഡി ആയിട്ടിരിക്കണതൊന്നും ഇതിൻ്റെ അണ്ടറിൽ വരില്ല. അപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങുമ്പോൾ എന്താണ്, അത് റെഡി ഫോർ യൂസ് ആണ്. അപ്പോൾ അതൊരിക്കലും ഒരു ക്വാളിഫയിങ് അസറ്റ് അല്ല. നമുക്കതിൻ്റെ മുകളിൽ വേറെ വർക്കിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മളെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ റെഡി ഫോർ യൂസ് അല്ലെങ്കിൽ റെഡി ഫോർ സെയിൽ ആണെങ്കിൽ അതൊരു ക്വാളിഫയിങ് അസറ്റ് അല്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കാം. നെക്സ്റ്റ് വൺ ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഒരിക്കലും എന്തായിട്ട് വരില്ല, ഇതുപോലത്തെ ഒരു ക്വാളിഫയിങ് അസറ്റായിട്ട് വരില്ല. ദെൻ അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് ട്രക്ക് 5 lakhs ഉണ്ട്, ബട്ട് നോട്ട് റിസീവ്ഡ്. നമ്മൾ ട്രക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അഡ്വാൻസ് എമൗണ്ട് 5 lakhs rupees കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടാത്തത് കൊണ്ട് അതൊരിക്കലും നമുക്ക് അസറ്റായിട്ട് വന്നിട്ടില്ല, അതൊരു ക്വാളിഫയിങ് അസറ്റ് അല്ല. അപ്പോൾ ഈ 4 ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ 4 ഡീറ്റെയിൽസ് തന്നതിൽ ആകെ ഒരെണ്ണം മാത്രമാണ് നമുക്ക് എന്തായിട്ട് വന്നിരിക്കുന്നത്, ക്വാളിഫയിങ് അസറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ക്വാളിഫയിങ് അസറ്റായ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡാണ് നമുക്ക് അത് മാത്രമേ നമുക്കിതിൽ ഒരു കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എത്രയാണ്, 20 lakhs ആണ് വന്നിരിക്കുന്നത്. ആ 20 lakhs അതായത് മൊത്തം 50 ലക്ഷത്തിനുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് 9 lakhs എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 9 lakhsലെ 20 lakhsൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ ഞാൻ പറഞ്ഞു തരാം. അത് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. 4 ട്രാൻസാക്ഷൻസും എടുക്കുക. ആ 4 എണ്ണത്തിൽ ഏതൊക്കെയാണ് ക്വാളിഫയിങ് അസറ്റ്സ് നോക്കുക. ഷെഡ് കൺസ്ട്രക്ഷൻ ക്വാളിഫയിങ് അസറ്റ്സ് ആണ്. മെഷീനറി പർച്ചേസ് ക്വാളിഫയിങ് അസറ്റ്സ് അല്ല, കാരണം അത് റെഡി ഫോർ യൂസ് ആണ്. റെഡി ഫോർ യൂസ് ആയ ഐറ്റങ്ങളൊന്നും എന്തല്ല, ക്വാളിഫയിങ് അസറ്റ്സ് അല്ല. വർക്കിംഗ് ക്യാപിറ്റൽ ഒരിക്കലും ക്വാളിഫയിങ് അസറ്റ്സ് ആയിട്ട് വരില്ല. ദെൻ അഡ്വാൻസ് അത് നമുക്ക് ഇതുവരെ കിട്ടാത്തത് കൊണ്ട് അത് നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമ്മൾ ക്വാളിഫയിങ് അസറ്റായിട്ട് നമുക്ക് ഒരെണ്ണം കിട്ടി. ഏതാണ്, ഈ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് 20 lakhs rupees കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് ക്വാളിഫയിങ് അസറ്റ് ആണ്. പർച്ചേസ് ഓഫ് മെഷീനറി നോട്ട് എ ക്വാളിഫയിങ് അസറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് റെഡി ഫോർ യൂസ്. വർക്കിംഗ് ക്യാപിറ്റൽ നോട്ട് അറ്റ് ഓൾ എ ക്വാളിഫയിങ് അസറ്റ്സ്. Advance for the purchase of truck not a qualifying asset because it is not yet received. ആ കാര്യങ്ങൾ എഴുതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതിലാകെ ക്വാളിഫയിങ് അസറ്റായിട്ട് വന്നിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡാണ്, 20 lakhs. ആ 20 lakhs മൊത്തം നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് മൊത്തം നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡിനും അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലിനും അഡ്വാൻസിനും ദെൻ മെഷീനറിക്കും ഒക്കെ കൂടി 50 ലക്ഷമാണ് നമ്മൾ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. ആ 50 ലക്ഷം ഫണ്ടിൽ 9 lakh rupees ആണ് നമുക്ക് എന്തായിട്ട് വന്നിരിക്കുന്നത്, ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലെ ക്വാളിഫയിങ് അസറ്റായ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ നമുക്ക് ഇതിൽ ആട്രിബ്യൂട്ട് എമൗണ്ട് മാത്രമേ നമുക്ക് ഇതിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ആ 9 ലക്ഷത്തിൽ 20 ലക്ഷത്തിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻട്രസ്റ്റ് എമൗണ്ട് ആട്രിബ്യൂട്ടബിൾ ടു ദി കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് ഷുഡ് ബി ക്യാപിറ്റലൈസ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ 9 ലക്ഷത്തിലെ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡിൻ്റെ കോസ്റ്റായ 9 lakhsൻ്റെ 9 lakhsൽ എത്രയാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡിന് വന്നിരിക്കുന്നത്, ആ എമൗണ്ട് നമുക്ക് അതിൻ്റെ കോസ്റ്റിനോട് കൂടി ആട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആ 9 lakhsൽ 20 ലക്ഷത്തിൻ്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് എമൗണ്ട് ആട്രിബ്യൂട്ടബിൾ ടു കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ എത്രയാണ്, 9 lakh rupees ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 9 lakhs ഡിവൈഡഡ് ബൈ മൊത്തം എത്രയാണ്, 50 lakhs. 50 lakhs എങ്ങനെ കിട്ടിയ, ആ 4 എണ്ണത്തിൻ്റെ എമൗണ്ടുകൾ ആഡ് ചെയ്താൽ നമുക്ക് 50 lakhs കിട്ടും. അപ്പോൾ 9 lakhs ഡിവൈഡഡ് ബൈ 50 lakhs എത്രേൻ്റെ കാണേണ്ടത്, കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡിൻ്റെ മാത്രം അതിൻ്റെ എമൗണ്ട് എത്രയാണ്, 20 lakhs. ദാറ്റ് ഇസ് ഈക്വൽ ടു 3,60,000. മനസ്സിലായ, മൊത്തം നമുക്ക് വന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 9 lakhs ആണ്. എത്ര എമൗണ്ടിന്, 50 ലക്ഷം രൂപയ്ക്ക് 9 ലക്ഷം ഇൻട്രസ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ 50 ലക്ഷത്തിൽ ആകെ 20 ലക്ഷം മാത്രമേ നമ്മൾ ഷെഡ് കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ 9 ലക്ഷത്തിൽ ഈ 20 ലക്ഷത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം.
അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ 9 lakhs ഡിവൈഡഡ് ബൈ 50 lakhs ഇൻറ്റു 2 lakhs. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3,60,000 കിട്ടി. ആ 3,60,000 നമുക്ക് എന്ത് ചെയ്യാം? കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡിൻ്റെ കോസ്റ്റ് എത്രയാണ് ഇപ്പോൾ ഉള്ളത്? 20 ലക്ഷമാണ്. ആ 20 ലക്ഷത്തിനോട് കൂടി ഈ 3,60,000 കൂടി ആഡ് ചെയ്ത് നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ പ്രോബ്ലംസ് വരും. നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് എത്രയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതോടുകൂടി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ആകെ 2 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. എപ്പോഴാണ് നമ്മളത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതും അതുപോലെ അതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതും എപ്പോഴാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യേണ്ടത്. അതായത് ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാം. അല്ലാത്തതൊക്കെ അതൊരു എക്സ്പെൻസ് ആക്കി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്താൽ മതി. ദെൻ ഇനി നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് കിടക്കാം, കമൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ബോറോയിങ് കോസ്റ്റ് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു? ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ആൻഡ് എൻറ്റിറ്റി ബിഗിൻ ക്യാപിറ്റലൈസിങ് ബോറോയിങ് കോസ്റ്റ് ഓൺ ദ ഡേറ്റ് വെൻ ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ മെറ്റ്. അപ്പം നമ്മൾ ക്യാപിറ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിനി പറയുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എക്സ്പെൻഡിച്ചർ ഓൺ ക്വാളിഫയിങ് അസറ്റ്സ് ഹാസ് ബിഗൺ. എക്സ്പെൻഡിച്ചർ ഓൺ ക്വാളിഫയിങ് അസറ്റ്സ് ഹാസ് ബിഗൺ. അതായത് നമ്മുടെ അസറ്റ് ആക്ച്വൽ വർക്കിങ്ങിലായിരിക്കണം, അതിൻ്റെ മുകളിൽ നമുക്ക് എക്സ്പെൻസ് ഇൻകർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. നമ്മൾ ഏത് അസറ്റ് പർച്ചേസ് ചെയ്യാനാണോ ആ ലോൺ എടുത്തത് ആ അസറ്റിൻ്റെ മുകളിലുള്ള എക്സ്പെൻഡിച്ചർ അത് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കണം. രണ്ടാമത്തേത് ബോറോയിങ് കോസ്റ്റ് ആർ ബീയിങ് ഇൻകേർഡ്. അതുപോലെ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബോറോയിങ് കോസ്റ്റ് നമുക്ക് ചാർജ് ചെയ്ത് തുടങ്ങി. അതായത് നമുക്ക് അതിന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആക്ടിവിറ്റീസ് ടു പ്രിപ്പയർ അസറ്റ് ഫോർ ദി ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽസ് ആർ ഇൻ പ്രോഗ്രസ്. അതായത് ഈ അസറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയണമെന്ന് വിചാരിക്കുക, അതിൻ്റെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇൻറ്റൻഡഡ് ഫോർ യൂസ് ഓർ സെയിൽ ആർ ഇൻ പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് ക്യാപിറ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? നേരത്തെ കണ്ടീഷനിൽ പഠിച്ചത് എക്കണോമിക് വാല്യൂ കൊണ്ടുവരും വേണം കോസ്റ്റ് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ആ അസറ്റിൻ്റെ ബോറോയിങ് കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഈ ക്യാപിറ്റലൈസേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് ആ അസറ്റിൻ്റെ മുകളിലുള്ള എക്സ്പെൻഡിച്ചർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കണം, അതുപോലെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, ദെൻ നമ്മുടെ ബോറോയിങ് കോസ്റ്റ് നമുക്ക് ഇൻകർ ചെയ്യണം, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു തുടങ്ങും വേണം. ഈ 3 കണ്ടീഷൻ എന്നാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അന്ന് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് കമൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. നമ്മൾ എപ്പോഴാണ് ഈ ഓൾറെഡി നമ്മൾ ക്യാപിറ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു, അത് നമ്മൾ എപ്പോഴാണ് സസ്പെൻഡ് ചെയ്യുക, നിർത്തിവെക്കുക. ക്യാപിറ്റലൈസേഷൻ ഓഫ് ബോറോയിങ് കോസ്റ്റ് ഈസ് സസ്പെൻഡഡ് ഡ്യൂറിങ് എക്സ്റ്റെൻഡഡ് പീരീഡ്സ് ഇൻ വിച്ച് ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻറ്ററപ്റ്റഡ്. നമുക്ക് കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ എന്തോ ഒരു കാരണത്താൽ അത് സ്റ്റോപ്പായി, അതിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒരു ഡിലേ വന്നു, അല്ലെങ്കിൽ അതിന് ഇൻട്രപ്ഷൻ വന്നിട്ട് അത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, ഇത് ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്യാപിറ്റലൈസേഷൻ നമുക്ക് സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ക്വാളിഫയിങ് അസറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഡിലേ വന്നു, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇൻട്രപ്ഷൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്യാപിറ്റലൈസേഷനും സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. This means that borrowing cost should not be capitalized during the extended period. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഈ ബോറോയിങ് കോസ്റ്റ് ഈ ക്യാപിറ്റലിൽ നമ്മൾ ലോണിന് ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കണം. അതായത് നമ്മുടെ കമ്പനിയിലെ വർക്ക് നടക്കണില്ല എന്ന് വിചാരിച്ച് ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് മാസം നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. അത് ബാങ്കും നമ്മുടെ കമ്പനിയും തമ്മിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കണ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യാമായിരുന്നു. എപ്പോൾ പ്രോപ്പറായിട്ട് ഇവിടെ വർക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷന് ഒരു മുടക്കവും ഇല്ലാണ്ട്, ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇൻട്രസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതേസമയം നമ്മൾ പ്രൊഡക്ഷൻ ഡിലേ വന്നു, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഡിലേ വന്നു, ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കണില്ല, അത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് വെച്ചാൽ, ഇൻട്രപ്ഷൻ വന്നിട്ട് നിർത്തി വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു കാലയളവിൽ
കാലയളവിലത്തെ 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു കാലയളവിലത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് പറയുന്നത് ദ ബോറോയിങ് കോസ്റ്റ് ഷുഡ് നോട്ട് ബി ക്യാപിറ്റലൈസ്ഡ് ഡ്യൂറിങ് ദ എക്സ്റ്റെൻഡഡ് പീരീഡ്. It is also suspended when acquisition or construction activities are suspended intentionally. അതായത് ചിലപ്പോൾ നമുക്ക് മനഃപൂർവ്വമാകാം, അല്ലെങ്കിലും പ്രൊഡക്ഷന് അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് ഡിലേ വന്നു, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ക്യാപിറ്റലൈസേഷനും സസ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിന് ഇംപ്ലൈഡ് മീനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പം മാത്രമേ ഇതിൻ്റെ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബോറോയിങ് കോസ്റ്റ് എന്ത് പർപ്പസിനാണ് ഇൻകർ ചെയ്തിരിക്കുന്നത് ആ പർപ്പസ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സപ്പോസ് ഞാനൊരു ബിൽഡിംഗ് പണിയാനായിട്ടാണ് ലോൺ എടുത്തത്, ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് നമ്മൾ എടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേസമയം ചില കാര്യങ്ങൾ കൊണ്ട് അത് ഡിലേ വന്നാൽ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് ക്യാപിറ്റലൈസേഷൻ ഈസ് നോട്ട് സസ്പെൻഡഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. അതേപോലെ ചില കേസസിൽ അതിന് എക്സംഷൻസ് ഉണ്ട്. എല്ലാ കേസസിലും അതുപോലെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പറയുന്ന 3 കാര്യങ്ങളിൽ നമുക്ക് അതിന് എക്സംഷൻസ് ഉണ്ട്. ടെമ്പററി ഡിലേ കോസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് വിച്ച് ആർ അൺഅവോയ്ഡബിൾ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ചില അൺഅവോയ്ഡബിൾ റീസൺസ് ഉണ്ടാവാം, ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടോ അവിടെ കൺസ്ട്രക്ഷൻ ഡിലേ വന്നാൽ അത് അൺഅവോയ്ഡബിൾ ആണെങ്കിൽ നമുക്ക് യാതൊരു കാരണത്തിനും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റീസൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ അവിടെ നിർത്തിവെക്കും. ആ ഒരു കേസിൽ നമുക്ക് ക്യാപിറ്റലൈസേഷൻ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതാണ് ഒന്നാമത്തത്, അൺഅവോയ്ഡബിൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. സെക്കൻഡ് വൺ പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഈസ് ബീയിങ് ക്യാരിഡ് ഔട്ട്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടാണ് അവിടെ കൺസ്ട്രക്ഷൻ നിർത്തി വെച്ചേക്കണമെന്ന് വെച്ചാൽ അപ്പോഴും നമുക്ക് ഈ ക്യാപിറ്റലൈസേഷൻ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. When this delay is a necessary part of the process of getting an asset ready for its intended use or sale. അതായത് നമ്മുടെ ഒരു അസറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കൺസ്ട്രക്ഷൻ നിർത്തി വെക്കണം. ഇപ്പോൾ സപ്പോസ് ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക, ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നമ്മൾ വാർത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ അപ്പം തന്നെ അടുത്തത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് വാർപ്പിൽ കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും അതൊന്ന് സെറ്റ് ആവാനായിട്ട് ഇടണം. അപ്പോൾ ആ ഒരാഴ്ച നമ്മൾ എന്ത് നടന്നിട്ടില്ല, അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കില്ല. അപ്പോൾ ആ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണില്ല, ക്യാപിറ്റലൈസേഷൻ സസ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ആ ഒരു ക്വാളിഫയിങ് അസറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരാഴ്ച വർക്ക് നിർത്തി വെക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം അങ്ങനത്തെ കേസിലും എന്ത് ചെയ്യില്ല, ക്യാപിറ്റലൈസേഷൻ സസ്പെൻഡ് ചെയ്യില്ല. അപ്പം ഇങ്ങനെ 3 റീസൺ കൊണ്ടാണ്. ഫസ്റ്റ് വൺ അൺഅവോയ്ഡബിൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പുതിയൊരു മെഷീനറി കൊണ്ടുവന്ന് വെച്ച് അത് ഇൻസ്റ്റലേഷനും അതിൻ്റെ സെറ്റപ്പിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പ്രൊഡക്ഷൻ 1-2 ദിവസത്തേക്ക് ചിലപ്പോൾ നമുക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ആ അവസ്ഥയിൽ നമ്മളത് പിന്നെ അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാനായിട്ട് ചിലപ്പോൾ കുറച്ച് നാൾ നമുക്ക് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, ക്യാപിറ്റലൈസേഷൻ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഈ 3 കേസും അല്ലാണ്ട് വേറെ ഏതെങ്കിലും റീസൺ കൊണ്ട് നമ്മുടെ കമ്പനിയിലത്തെ കൺസ്ട്രക്ഷന് ഓഫ് ക്വാളിഫയിങ് അസറ്റിലെ ഇൻറപ്ഷൻ വന്നാൽ ആ ഒരു കാലയളവിലത്തെ ബോറോയിങ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, ക്യാപിറ്റലൈസ് ചെയ്യില്ല. അതായത് ഈ 3 കാരണങ്ങളല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു കാരണത്താൽ 3 മാസം നമ്മുടെ കൺസ്ട്രക്ഷൻ നടന്നില്ല. അപ്പോൾ നമ്മൾ ആ വർഷം ക്യാപിറ്റലൈസേഷൻ എമൗണ്ട് പിടിക്കുമ്പോൾ ആ 3 മാസത്തിലത്തെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യില്ല, ക്യാപിറ്റലൈസ് ചെയ്യില്ല. സപ്പോസ് ഒരു മാസം 10,000 രൂപയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് ശരിക്കും 1,20,000 റുപ്പീസാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ബോറോയിങ് കോസ്റ്റ് ആയിട്ട് വരിക. പക്ഷെ 3 മാസം കൺസ്ട്രക്ഷൻ നടന്നിട്ടില്ലാത്തത് കൊണ്ട് ഈ 3 മാസത്തെ ബോറോയിങ് കോസ്റ്റ് ലെസ് ചെയ്ത് ബാക്കിയുള്ള 90,000 നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്യാപിറ്റലൈസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ആ 3 പീരീഡ് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റലൈസേഷൻ സസ്പെൻഡ് ചെയ്യും. അതാണ് അടുത്ത പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്നത്, സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ,
നെക്സ്റ്റ് ഈസ് സെസേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. സെസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളിങ്ങനെ നമ്മുടെ കോസ്റ്റിനോട് കൂടി നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആഡ് ചെയ്യൽ എപ്പോൾ നമ്മൾ നിർത്തണം എന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ആൻഡ് എൻറ്റിറ്റി ഷുഡ് സീസ് ഓർ സ്റ്റോപ്പ് ദി ക്യാപിറ്റലൈസിങ് ബോറോയിങ് കോസ്റ്റ് വെൻ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ആ രണ്ട് സിറ്റുവേഷൻസിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സബ്സ്റ്റാൻഷ്യലി ഓൾ ദി ആക്ടിവിറ്റീസ് നെസസറി ടു പ്രിപ്പയർ ദ ക്വാളിഫയിങ് അസറ്റ് ഫോർ ദി ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ ആർ കംപ്ലീറ്റ്. അതായത് ആ ഒരു ക്വാളിഫയിങ് അസറ്റിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയാൽ, ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു ബിൽഡിംഗ് പണിയിലാണെങ്കിൽ ആ ബിൽഡിംഗ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ്റെ എൻറ്റയർ വർക്ക് കംപ്ലീറ്റ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസിങ് നിർത്തും. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് അതിനോട് കൂടി ആഡ് ചെയ്യാനായിട്ട് പാടില്ല. Then the construction is completed in part and completed part can be independently used. അതായത് നമ്മൾ ഒരു ഫ്ലാറ്റ് വയ്ക്കാമെന്ന് വിചാരിക്കുക. ഫ്ലാറ്റിൻ്റെ കുറച്ച് ഫ്ലോറുകളൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് അത് വിൽക്കാനായിട്ട് നമ്മൾക്ക് വിൽക്കാം. അതായത് അത് നമുക്ക് അത് സെയിൽ നടത്താനുള്ള ഒരു കണ്ടീഷനായെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ? ക്യാപിറ്റലൈസ് ചെയ്യുന്നത് നിർത്താനായിട്ട് പറ്റും. നേരത്തെ ആദ്യം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഒരു ബിൽഡിങ്, അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ, ഇപ്പോൾ 10 ഫ്ലോർ ഉണ്ടെങ്കിൽ 10 ഫ്ലോറിൻ്റെയും ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻറ്റയർ എമൗണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരൊറ്റ ഇൻട്രസ്റ്റും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ രണ്ടാമത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ 10 ഫ്ലോറിലെ 5 ഫ്ലോറിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അത് റെഡി ഫോർ സെയിലാണ് അല്ലെങ്കിൽ റെഡി ഫോർ യൂസ് ആണ്. ബാക്കി 5 എണ്ണത്തിൻ്റെ മാത്രമേ ഇനി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഈ റെഡി ഫോർ സെയിലായ കൺസ്ട്രക്ട് ചെയ്ത ആ ഭാഗത്തിന് നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് 10ൽ 5 എന്ന് പറഞ്ഞ പകുതി, അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് പകുതി നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം, പകുതി നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസസിലാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ നിർത്തിവെക്കുക. ഒന്നെങ്കിൽ ആ ഒരു ക്വാളിഫയിങ് അസറ്റിൻ്റെ എൻറ്റയർ കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞെങ്കിൽ അത് ഫുള്ള് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യണം നിർത്തിവെക്കാം. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പോർഷണറ്റ് എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് സീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then capitalization should not cease when there is interruption in activity or when it is delayed and that delay are inherent in the asset acquisition process. അതായത് പെട്ടെന്ന് കൺസ്ട്രക്ഷൻ നിർത്തി വെക്കുന്ന ഒരു കേസാണെങ്കിൽ നമുക്ക് സീസ് ചെയ്യാനായിട്ട് പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? സസ്പെൻഡ് ചെയ്യാം. ചില ഇൻറ്റേർണൽ ഫാക്ടേഴ്സൊക്കെ കാരണം വർക്ക് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നിർത്തിവെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡെലിബറേറ്റ്ലി നിർത്തിവെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അസറ്റ് ക്വാളിഫയിങ് അസറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറണമെങ്കിൽ, അതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കുറച്ച് നാളത്തേക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ നിർത്തിവെക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു കേസസിലൊന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഈ ക്യാപിറ്റലൈസേഷൻ സീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫുൾ പണി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യാപിറ്റലൈസേഷൻ സീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതാണ് അടുത്ത ടോപ്പിക്കായിട്ട് പറയുന്നത് സെസേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. എപ്പോഴാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ആ പ്രോസസ്സ് നിർത്താന്നുള്ളത്. ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ആ പ്രോസസ്സ് നിർത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് അപ്പോൾ മെഷർമെൻറ്റ്. ഇനി നമ്മൾ എങ്ങനെയാണ്, നമ്മളിപ്പോൾ റെക്കഗ്നീഷൻ, അക്കൗണ്ടിങ്, ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് മെഷർമെൻ്റ് ആണ്. റെക്കഗ്നീഷൻ കഴിഞ്ഞു, ഇനി നമ്മൾ എപ്പോഴൊക്കെയാണ് റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. മെഷർമെൻറ്റ് ഓഫ് ബോറോയിങ് കോസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ഇറ്റ് ഈസ് എ സ്പെസിഫിക് ബോറോയിങ് കോസ്റ്റ് ഓർ ജനറൽ ബോറോയിങ്. നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫിക് ബോറോയിങ് ആണോ അല്ലെങ്കിൽ ജനറൽ ബോറോയിങ് ആണോ എന്ന് നോക്കിയിട്ട് വേണം അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ കാര്യം ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനെന്ത് മനസ്സിലായി? രണ്ട് ടൈപ്പ് ഓഫ് ബോറോയിങ് ഉണ്ട്, സ്പെസിഫിക് ബോറോയിങ്ങും ജനറൽ ബോറോയിങ്ങും. സ്പെസിഫിക് ബോറോയിങ് എന്ന് പറഞ്ഞാൽ ഇന്ന ഒരു കാര്യത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ വാങ്ങുന്നതാണ് സ്പെസിഫിക് ബോറോയിങ്. നമുക്ക് നോക്കാം. സ്പെസിഫിക് ബോറോയിങ്: when an entity borrows funds specifically for the purpose of obtaining a qualifying asset, the actual borrowing cost incurred is capitalized. അപ്പോൾ എന്താണ് സ്പെസിഫിക് ബോറോയിങ് കോസ്റ്റ്? ഒരു സ്പെസിഫിക് ക്വാളിഫയിങ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് ബോറോ ചെയ്തതെന്ന് വെച്ചാൽ ആ ബോറോയിങ്ങിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ബോറോയിങ് കോസ്റ്റ്. when an entity borrows funds specifically for the purpose of obtaining a qualifying asset, ഒരു ക്വാളിഫയിങ് അസറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്
സ്പെസിഫിക് ആയിട്ട് നമ്മൾ ബോറോ ചെയ്ത ഫണ്ടിനെ വിളിക്കുന്ന ആ ബോറോയിങ്ങിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ബോറോയിങ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ സ്പെസിഫിക് ബോറോയിങ് ആണെങ്കിൽ ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഇൻകേർഡ് ഈസ് ക്യാപിറ്റലൈസ്. നമ്മൾ എത്രയാണോ നമുക്ക് ബോറോയിങ് കോസ്റ്റ് ആക്ച്വലായിട്ട് വന്നിരിക്കുന്നത് ആ എൻറ്റയർ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ബോറോയിങ് ആണെങ്കിൽ എൻറ്റയർ എമൗണ്ട് ക്യാൻ ബി ക്യാപിറ്റലൈസ്. Any investment income on the temporary investment of those borrowings should be deducted from the borrowing cost. അതെന്താ പറയണമെന്ന് വെച്ചാൽ, സപ്പോസ് ഞാനിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു. 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒരു ബിൽഡിംഗ് പണിയാനാണെന്ന് വിചാരിക്കുക. ആ 10 ലക്ഷം നമുക്ക് ബാങ്ക് സാങ്ഷൻ ചെയ്തിട്ട് നമ്മൾ ആ മാസം തൊട്ട് എത്ര രൂപയ്ക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം? ആ 10 lakhs rupeesന് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ഒരൊറ്റടിക്ക് 10 ലക്ഷത്തിൻ്റെ ആവശ്യമില്ല. അതായത് തുടക്കത്തിലൊന്നും ഒരൊറ്റടിക്ക് 10 ലക്ഷത്തിൻ്റെ ആവശ്യമില്ല. കുറേശ്ശെ എമൗണ്ടാണ് നമുക്ക് ആവശ്യം വരിക. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ 10 ലക്ഷത്തിൽ 5 ലക്ഷം ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് ബാക്കി 5 ലക്ഷം ഞാൻ എന്ത് ചെയ്തു? ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. കാരണം നമുക്ക് ആ 5 ലക്ഷം ഇപ്പോൾ ആവശ്യമില്ല, ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഈ 5 ലക്ഷം എൻ്റെ കയ്യിൽ വെറുതെ ഇരുന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇൻകം, ഒരു ഉപകാരവും അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ 10 ലക്ഷത്തിൽ 5 lakhs ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ള 5 lakhs ഞാനൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അങ്ങനെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് എന്താ ലാഭം? ആ ഒരു 5 മാസത്തേക്കോ 6 മാസത്തേക്കോ നമുക്ക് എന്ത് കിട്ടാം? ചെറുതായാലും ചെറിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഷോർട്ട് ടൈം. അതിൻ്റെ താഴെ എഴുതിക്കുന്ന പോയിന്റ് പറഞ്ഞിട്ട് മുകളിലത്തെ പോയിന്റ് ഞാൻ ഡിസ്കസ് ചെയ്തുതരാം. ഇൻകം ഫ്രം ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ബോറോഡ് ഫണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ഇൻകം ഫ്രം ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ബോറോഡ് ഫണ്ട്. എന്താണെന്ന് വെച്ചാൽ, വെൻ ദർ ഈസ് എ ഡിലേ ഇൻ സ്പെൻഡിങ് ദ എമൗണ്ട് ഡ്രോൺ ഓൺ ദി ക്വാളിഫയിങ് അസെറ്റ്, സച്ച് ഫണ്ട് മേ ബി ടെമ്പററിലി ഇൻവെസ്റ്റഡ്. അതായത് 10 ലക്ഷം ഒറ്റയടിക്ക് എനിക്ക് ആവശ്യമില്ല. അപ്പോൾ 5 ലക്ഷം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ള 5 ലക്ഷം ഞാൻ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അങ്ങനെ ആ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് അതിൽ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഇൻകം കിട്ടും. ചെറുതായാലും കുറച്ചൊരു എമൗണ്ട് നമുക്ക് എന്തായിട്ട് കിട്ടും? ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് കിട്ടും. ആ ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ ഈ ടോട്ടൽ ബോറോയിങ് കോസ്റ്റിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യണം. കാരണം ഇപ്പോൾ അത് നമുക്ക് ആ കാശ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഇൻകം ഉണ്ടായത്. അപ്പോൾ ആ ടോട്ടൽ ബോറോയിങ് കോസ്റ്റിനെ ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. സ്പെസിഫിക് ബോറോയിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫിക് ബോറോയിങ് ആണെങ്കിൽ നമുക്ക് എൻറ്റയർ എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ്, അതായത് നമുക്ക് മൊത്തത്തിൽ വന്ന ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബോറോയിങ് കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ അതിന് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ബോറോ ചെയ്ത ഫണ്ട് വേറെ എവിടെയെങ്കിലും ഷോർട്ട് ടൈം ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടേ നമുക്ക് ടോട്ടൽ ബോറോയിങ് കോസ്റ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഞാൻ സെക്കൻഡ് പോയിന്റ് നോക്കുക. എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ഓൺ ദി ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദോസ് ബോറോയിങ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ബോറോയിങ് കോസ്റ്റ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു ഇൻട്രസ്റ്റ് ബോറോഡ് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഒരു മാസത്തിന് കണക്കാട്ടാം. ഒരു മാസം 10,000 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ 12 മാസം കൊടുക്കണം. അപ്പോൾ ഞാൻ എത്ര കൊടുത്തിട്ടുണ്ടാവും? 1,20,000 rupees എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1,20,000 ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഫണ്ട് ഞാൻ യൂസ് ചെയ്യാണ്ട് കുറച്ച് ഫണ്ട് ഞാനൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു 20,000 ആ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ് എത്രയാണ്? 1,20,000 ആണ്. അത് മൊത്തത്തിൽ എനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ 1,20,000 നിന്ന് ഇൻട്രസ്റ്റ് ഇൻകമായ 20,000 ലെസ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് എന്തിൻ്റെ കേസാണ്? സ്പെസിഫിക് ബോറോയിങ്ങിൻ്റെ കേസാണ്. സ്പെസിഫിക് ബോറോയിങ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വാളിഫയിങ് അസറ്റ് ബോറോ ചെയ്യാനായിട്ട്, പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്ത ഫണ്ടിനെ വിളിക്കുന്ന പേരാണ്. അങ്ങനെയാണ് നമ്മൾ ബോറോ ചെയ്തിട്ട് വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ബോറോയിങ്. അങ്ങനത്തെ സ്പെസിഫിക് ബോറോയിങ് ആണെങ്കിൽ എൻറ്റയർ ബോറോയിങ് കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിന്നും എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം മാത്രമേ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, താങ്ക് യു.